ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ മോഷണം നടത്തിയത് എറണാകുളത്ത് പിടിയിലായ കുറുവാ സംഘം സന്തോഷ് സെൽവം എന്ന് ആലപ്പുഴ ഡിവൈഎസ്പി. പ്രതിയുടെ നെഞ്ചിൽ പച്ച കുത്തിയതാണ് തിരിച്ചറിയാൻ നിർണായകമായത്. സെൽവത്തിനൊപ്പം പിടിയിലായ മണികണ്ഠനെയും സന്തോഷിന്റെയും കുടുംബം മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിലെത്തി നിരപരാധികളാണെന്നും പോലീസ് കുടുക്കിയതാണെന്നും ആരോപിച്ചു. പ്രതികളെ ഉടൻ കോടതിയിൽ ഹാജരാക്കും. കുണ്ടന്നൂരിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത സന്തോഷ് സെൽവത്തെയും മണികണ്ഠനെയും പുലർച്ചെയോടെ അതീവ രഹസ്യമായി മോഷണം നടന്ന മണ്ണഞ്ചേരിയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. മോഷണം നടത്തിയ അതേ വേഷത്തിലായിരുന്നു സന്തോഷിനെ എത്തിച്ചത്. മോഷണം നടന്ന വീട്ടിലുള്ളവർ രാത്രിയായതിനാൽ ഇയാളുടെ മുഖം കണ്ടിരുന്നില്ല. കുറുവാ സംഘത്തിൽ 14 പേരാണുള്ളത്. പ്രതിയെ പിടിച്ച കുണ്ടന്നൂരിൽ നിന്നും ചില സ്വർണ്ണ ഉരുപ്പടികൾ കിട്ടി. കഷ്ണങ്ങളാക്കിയ ആഭരണങ്ങളാണ് ലഭിച്ചത്. സന്തോഷിനൊപ്പം കസ്റ്റഡിയിലെടുത്ത മണികണ്ഠന്റെ കാര്യത്തിൽ വ്യക്തത വരാനുണ്ട്. ഈ സന്തോഷ് സെൽവത്തോടൊപ്പം തന്നെ ഇന്നലെ നമ്മൾ പിടികൂടിയ കസ്റ്റഡിയിലെടുത്ത ഒരു മണികണ്ഠൻ, അയാളുടെ കാര്യത്തിൽ നമുക്ക് ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. കാരണം വിഷ്വൽസിൽ കാണുന്ന ഈ രണ്ടാമത്തെ ആൾ മൂടി പുതച്ച ഒരവസ്ഥയിലാണ് വന്നത്. സന്തോഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയെങ്കിലും ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകുമെന്ന് പോലീസ് വ്യക്തമാക്കി. പിടിയിലായ സന്തോഷിന്റെ പേരിൽ കേരളത്തിൽ 8 കേസുകളുണ്ട്. തനിക്ക് ആകെ 30 കേസുകൾ ഉണ്ടെന്നാണ് സന്തോഷ് തന്നെ പോലീസിനോട് പറഞ്ഞത്. പാലായിൽ നടന്ന മോഷണക്കേസിൽ 3 മാസങ്ങൾക്ക് മുൻപാണ് സന്തോഷ് ജയിൽ മോചിതനായത്. 18 കേസുകളുടെ വിവരങ്ങൾ, പൂർണ്ണമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമായി കഴിഞ്ഞു. അതിനു പുറമെ 8ഓളം കേരളത്തിലെ കേസുകൾ നമുക്ക് അതിന്റെ വിവരങ്ങളും ലഭ്യമായി കഴിഞ്ഞു. ഇനിയും കേസുകളുടെ വിവരങ്ങൾ ലഭ്യമാകേണ്ടിയിരിക്കുന്നു. അയാൾ തന്നെ അവകാശപ്പെടുന്നത് 30ഓളം കേസുകളിലെ പ്രതിയാണ് താനെന്നുള്ളതാണ്. ഇതിനിടെ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷന് മുൻപിൽ നാടകീയ സംഭവങ്ങളും അരങ്ങേറി. പോലീസ് അകാരണമായി പിടിച്ചുകൊണ്ടുപോയി എന്നാണ് ഇരുവരുടെയും കുടുംബത്തിന്റെ ആരോപണം. പോയിട്ടില്ല സാർ, വെറുതെ പിടിച്ചില്ല സാർ, സത്യമായിട്ട് പോയിട്ടില്ല സാർ, പോയിട്ടില്ല, സത്യമായിട്ട് പോയിട്ടില്ല സാർ. ഒപ്പ് തീരുമ്പോ ഇവർ വന്ന് പിടിച്ചു, ഇപ്പൊ പിടിച്ച് ഇവർ കൊണ്ടുവന്നു. ഇന്നലെ സത്യമായിട്ട് ഒന്നും ചെയ്തില്ല സാർ. ആരോപണങ്ങൾ പോലീസ് തള്ളി. കുറുവാ സംഘത്തിലെ മറ്റു പ്രതികൾക്കായി പ്രത്യേക സ്ക്വാഡിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. 24 ആലപ്പുഴ.